ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മളെ നേരെ വെച്ച് വിടുക വിശാഖപട്ടണത്തുനിന്ന് ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നലെ. അതുകൊണ്ട് സന്ധ്യക്ക് കയറി കിടന്നതാണ്. ഒറ്റ ഉറക്കം ഉറങ്ങി. ഇന്ന് രാവിലെയാണ് അറിയുന്നത്. അമ്മായി ഉറക്കം. നമ്മളിപ്പോൾ ചിലിക്കലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിട്ട് എല്ലാ വിശേഷം കാണാം. ഉറക്കം കഴിഞ്ഞ് രാവിലെ നമ്മൾ വിട്ടുകെട്ടാ. കാരണം തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വണ്ടിയായിട്ട് ആകെ അലമ്പായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 5:15 ദൃശ്യമായിട്ടത്. സൂര്യനെല്ലാം ഉദിച്ച് വരാൻ തുടങ്ങി. ഇവിടെ പെട്ടെന്ന് നേരം വെളുക്കും. രാവിലെ ഒരു 4 മണിക്ക് എണീറ്റാലും നല്ല വെട്ടമുണ്ടാകും കേട്ടോ. പെട്ടെന്ന് നേരം വെളുക്കും. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ നാട്ടിലൊരു 9-9:30 ആ ഒരു ഫീല് വരും. ഭയങ്കര ചൂടും അതൊക്കെ വരും. ചിൽക്ക ലേക്കിലേക്ക് നമുക്ക് 2 റൂട്ടുണ്ട് ആക്ച്വലി. ഒന്ന് മെയിൻ ഹൈവേ റൂട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫെറി റൂട്ടാട്ടോ. ഫെറിയിലൂടെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് പോകാമെന്നില്ല ഒരു ഇല്ലാന്ന് ഞാൻ പോകുന്നത് കേട്ടോ. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നേരെ ഈ ഹൈവേയിൽ തന്നെ വെച്ച് പിടിച്ചിട്ട് എന്താ വേണ്ടേ, കുറേ അങ്ങനെ റോഡ് കണ്ടതല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിലൂടെ പോവാം. അത്യാവശ്യം നല്ല ചൂടാട്ടോ. നാട്ടിലൊക്കെ ഇപ്പം നല്ല റെഡ് അലേർട്ട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ല ചൂടാണ്. ഇതുപോലെയുള്ള നല്ല തണൽ മരങ്ങളാട്ടോ ആ കിട്ടുന്നൊരു ആശ്വാസം ഓൺ ദ റൂട്ടിൽ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സൈഡാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം. ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് സാധാരണ. ഇതൊക്കെ നല്ല അത്യാവശ്യം മരങ്ങളിലൊരു ഏരിയ ആണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇതുപോലെ അവിടെയൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യാണ് നമ്മൾ പോകാറട്ടോ. യാതൊരു തിരക്കുമില്ല, യാതൊരു പ്ലാനിങ്ങും ഇല്ല. ഗ്രാമങ്ങളാണ് കേട്ടോ. ഈ ഗ്രാമത്തിൽ മെയിനായിട്ട് ഇവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ചെമ്മീൻ കെട്ട് പോലത്തെ പരിപാടികളാണ്. ഇഷ്ടംപോലെ സൈഡിലൊക്കെ വെള്ളം കെട്ടി വെച്ച് അതിൽ ചെമ്മീൻ കെട്ട് പോലത്തെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്പോർട്ടിങ് ടൈപ്പ് ഓഫ് പണികൾ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. അത്യാവശ്യം നല്ല റോഡുണ്ട്. വേറൊന്നും ഇവിടെ കാര്യമായിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ലോക്കൽ റൂട്ടാണ് ഇത്. ആക്ച്വലി ഒരു ഫെറിയിലേക്കെല്ലാം പോകുന്ന ഒരു റൂട്ടാണ്. ഇവിടെ അധികം ആൾക്കാർ അങ്ങനെ പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാട്ടിലെ അവർ മാത്രം ഇങ്ങനെ യാത്ര ചെയ്യാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു വെറൈറ്റി പിടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ റൂട്ട് പിടിച്ചെന്നല്ല കേട്ടോ. ഈ ഗ്രാമത്തിൽ ഏതോ ഒരു ടൗണാണ് കേട്ടോ. ഇവിടെയാണ് കുറച്ച് ബിൽഡിങ്സൊക്കെ കണ്ടത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ നമുക്ക് ചെറിയ മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ വീട്, അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളാണ് കാണാൻ പറ്റുന്നുണ്ടായത്. ഇതൊക്കെ ആ ഒരു ലേക്കിൻ്റെ ഒരു പാട്ടാന്ന് തോന്നുന്നു. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന അരുവികൾ പോലത്തെ സെറ്റപ്പില്ലേ, ആ ഒരു ലേക്കിൻ്റെ ചിൽക്ക ലേക്കിൻ്റെ ഒരു പാട്ട് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്കുള്ള കുറച്ച് പാട്ട് കേട്ടോ. അത്യാവശ്യം അതൊക്കെ കാണാൻ ഒരു രസമുണ്ടായിരുന്നു. ലേക്കെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ലേക്കിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ആ ഒരു വൃത്തി മനസ്സിലായത് കേട്ടോ. ഫുള്ള് കച്ചറയാണ്. ഇത് വേസ്റ്റ് കാര്യമല്ല, ഒരുമാതിരി എന്തോ പായലും എണ്ണയൊക്കെ പിടിച്ച പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഞാൻ സൈഡാക്കിയ സമയത്ത് കുറച്ച് കുട്ടികൾ വന്നു കേട്ടോ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ये देखो ना, आपका भी डालेगा आंसू मेरे कैसी आपने आया कोई नहीं कराया कैसी अजनी कर आते सिंगर है. सिंगर कराया बाय साई. नेक्स्ट साई और आपका भी बाय. പിള്ളമാർ പൊളിയാട്ടോ. അവർക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അവരിങ്ങനെ പിന്നെ ഒഡിയയിൽ സംസാരിച്ചു, ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു. എന്തൊക്കെയോ മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഇത് കണ്ട ചൂടായിട്ട് ഇവിടുത്തെ പോത്തുകളെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന സീനാട്ടോ. ഇവിടെ രാവിലെ മേയാൻ വന്ന പോത്തുകളാണ്. എത്ര പോത്തുകൾ നോക്കി, നിറച്ചും വെള്ളത്തിലാണ്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. അപ്പോൾ ഇവരെ കാര്യം പറയണ്ടല്ലോ, ഫുള്ള് വെയിൽ കൊണ്ടിട്ടല്ലേ തീറ്റി. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം. കാരണം ഫെറീൻ്റെ ടൈമിങ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ഫെറി സിസ്റ്റം ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ടൈമിങ്ങോ പൈസയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല.
എന്തായാലും നമുക്ക് വെച്ച് പിടിച്ച് നോക്കാം കേട്ടോ. ഇതെല്ലാം കാണാൻ ഒരുമാതിരി ഉപ്പുപാടം പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഉപ്പുപാടം ഒന്നല്ല, വേറെന്താ സെറ്റപ്പാട്ടാ. ഇത് ഫുള്ള് ഡ്രൈ ആയി കിടക്കുവാന്ന്, എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫെറീൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈമിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു വണ്ടി വന്നിട്ടുണ്ട്, അതിനകത്തുള്ള വണ്ടികളൊക്കെ ഇറക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇറങ്ങി പോയിട്ട് മാത്രം നമുക്ക് അടുത്ത വണ്ടിയിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞ കേട്ടോ. വണ്ടികൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ഇറങ്ങി പോകണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാണ്. അത് ടൈമിങ് കറക്റ്റായിട്ട് അവർ ഓടൂലു. ഒരു വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറക്കി പോയി. ഇതാ നമ്മളോട് ഇനി വണ്ടി കയറ്റാൻ പറഞ്ഞ. നമ്മൾ റിവേഴ്സ് കയറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ റിവേഴ്സ് ഇങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വണ്ടി കയറ്റി കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ നമ്മളെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു പിക്കപ്പും കൂടെ കയറ്റാനുണ്ട്. ആ വണ്ടി കൂടെ കയറ്റിയപാട് നമ്മൾ ഫെറി എടുത്തിട്ടോ, സ്റ്റാർട്ടായി. അടിപൊളി കേട്ടോ. മൂവിങ്. നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഡ്രൈവർ സീറ്റിൽ എന്തായാലും ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ കൂടെ ആളും ഇല്ല. പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഒരാളില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി തന്നെ ഇരിക്കുക ചെയ്തേ. എന്തായാലും മൂവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കുറച്ച് ബൈക്കും അതുപോലെ ഒരു പിക്കപ്പും ഉണ്ട് കേട്ടോ. ഫുള്ളി ലോഡൊരു പിക്കപ്പ്. ഇതാണ് പിക്കപ്പ്, അതിനകത്ത് ഫുള്ള് ലോഡുണ്ട്. അപ്പോൾ അത് ഏറ്റവും പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 450 റുപ്യാണ് കാറിനെല്ലാം വരുന്നത്. 4 വീലറിന് 450 റുപ്യ കേട്ടോ, വിത്തൗട്ട് ലോഡ്. അത് പിക്കപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ പൈസ ഉണ്ട്. ഇതിപ്പം കാറ് വിത്ത് നമ്മളെ പാസഞ്ചേഴ്സ് ആണെങ്കിൽ 450 റുപ്യ കേട്ടോ. ഞാൻ 450 റുപ്യ കൊടുത്തു. 450 റുപ്യക്ക് വർത്താണെന്ന് ചോദിച്ചാൽ ഇതൊരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല റോഡ് അപ്പുറത്തേ ഉണ്ട്, അതിലേ പോവാട്ടോ. ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെ മസാല ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ പുറത്തുനിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തുനിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ, എനിക്ക് ഡോർ തുറക്കാൻ പറ്റില്ല. അപ്പുറത്തിപ്പുറത്തൊക്കെ ഫുള്ള് സാധനങ്ങളാണ്, ഫുള്ള് വണ്ടിയാണ്, ഒന്നും തുറക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ജാമായിട്ട് കിടക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തുനിന്ന് തന്നെ എടുത്തു. നല്ല കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരുന്നു. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ കാറ്റിന്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിതാ കരക്ക് എത്തി കേട്ടോ. ഇനി നമുക്ക് കരക്കടുപ്പിച്ചിട്ട് 1 by 1 ആയിട്ട് വണ്ടി ഇറക്കണം. ആദ്യം പിക്കപ്പ് ഇറക്കണം, അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പുറത്തുള്ള മറ്റേ മാക്സിമം ഇറക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇറക്കാൻ പറ്റുള്ളൂ. സൈഡിലൊക്കെ തോണിയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ വണ്ടി ഇറക്കി. നമ്മളെ വണ്ടീൻ്റെ ബാക്കിൽ കുറേ വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഇറക്കി. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം പിടിക്കണം. ഇവിടെ ചിൽക്കലേക്ക് എത്തി കേട്ടോ. നമ്മൾ വന്ന ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലേക്കിലേക്ക് കൂടി ഫുള്ള് പോയി ആ എൻഡിൽ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഇനി ചിൽക്കലേക്ക് ഇവിടുന്ന് കാണണം. കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ഗംഭീര പാർക്കിംഗ് സ്പേസ് കാണാം കേട്ടോ. അവിടെ നിന്ന് എത്ര വണ്ടി ഫ്രീ ആണ്, ഫ്രീ പാർക്കിംഗ് ആണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ലേക്ക് കാണാമെന്ന് വെച്ചാൽ ഞാൻ പയ്യെ പുറകുവശത്തേക്ക് ഇറങ്ങിയതാണ്. അത് ഇഷ്ടംപോലെ തോണികൾ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതാണ് ബോട്ടിങ്ങിന് പോകാനുള്ള സ്ഥലം കേട്ടോ, അതിൻ്റെ എൻട്രൻസ് ആണ് ഇത്. നമ്മൾ പിന്നെ ഈ സെയിം ലേക്കിലാണ് ഇപ്പോൾ വണ്ടിയും കൊണ്ട് വന്നത്, നമ്മുടെ ഫെറിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോട്ടിങ്ങിന് പോകേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം സെയിം ലേക്കിലെ കൂടി തന്നെയാണ് നമ്മളും വന്നത് കേട്ടോ. ഇതങ്ങോട്ട് ബോട്ട് കയറാൻ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇതെല്ലാം കാണാൻ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ, കാണാൻ അടിപൊളിയാണ്. ചൂട് സഹിക്കാൻ പറ്റാണ്ട് നോക്കുമ്പോൾ നാളെ ഒരു പാർക്ക് കണ്ടു കേട്ടോ, ചിൽക്ക എക്കോ പാർക്ക്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് കയറി. നല്ല തണലും നല്ല മരവും നല്ല കാറ്റും. അപ്പോൾ ആ നാളെ ഒരു സംഭവം ശ്രദ്ധിച്ചു. ആടെ ഒരു മ്യൂസിയം പോലെ എന്തോ ഒരു സാധനം കണ്ടു. അപ്പോൾ ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് നടന്നു കേട്ടോ.
നോക്കിയ സമയത്ത് അതൊരു ബ്ലൂ വെയിലിൻ്റെ ഫുൾ അസ്ഥികൂടാണ് കേട്ടോ. അത് കണ്ടപ്പം ഞെട്ടി, കാരണം ഇത്രയും വലുതാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അത്യാവശ്യം എന്താ സൈസ് എന്നറിയോ, ഈ ചില്ലിനുള്ളിൽ നിറച്ചും നിറയാൻ മാത്രമുണ്ട്. ഇതൊരുമാതിരി മറ്റേ ഡൈനോസറിനെ പോലെ ഉണ്ട് കേട്ടോ. എമ്മാതിരി സാധനം, ഒരു വാരിയെല്ലാം നോക്കി ഒരു രക്ഷയില്ല. ഇതെന്താണോ, അത് പല്ലായിരിക്കും തോന്നുന്നു കേട്ടോ, ഭയങ്കര നീളത്തിൽ, അല്ലെങ്കിൽ ജോയായിരിക്കും നമ്മളെ താടിയല്. ഒരമണിക്കൂർ അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് കേട്ടോ. പുരിയാണ് ഇനി ലക്ഷ്യം. പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് അവിടെ നല്ല ചക്കക്കുരു ഉണ്ട്, അതുകൊണ്ട് പരിപ്പും ചക്കക്കുരു കറി വെച്ചു. മാങ്ങ അച്ചാറ്, തുണ്ടൻ ഉണക്കുണ്ട്, ഉള്ളിയുണ്ട്. അതും കൂട്ടി നല്ലൊരു ശാപ്പാടടിച്ച് നേരെ പുരി ബീച്ചിലേക്കാണ് നമ്മളെ പോക്ക്. അപ്പോൾ പുരിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.